താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണേ, പ്രൈസർ ഫാമിലിയിൽ നിന്ന്. കൂടെ ഉള്ളവരെക്കാൾ ഒരു ചുമട് മുന്നിൽ നിൽക്കുക. ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നടക്കാത്ത കാര്യമാണെന്ന് അറിയാമെങ്കിലും ആഗ്രഹം അത് തന്നെ ആയിരുന്നു അല്ലേ? ആ ജോലിക്ക് പോയപ്പോൾ, ആ ജോലി കിട്ടിയപ്പോൾ എന്താ ആഗ്രഹിച്ചേ? അവിടെ എന്നെ കഴിഞ്ഞേ ആരും ഉണ്ടാവാൻ പാടുള്ളൂ, നല്ല ജോലിക്കാരനായി പേരെടുക്കണം, ഏറ്റവും കൂടുതൽ വരുമാനം എനിക്കായിരിക്കണം, പെട്ടെന്ന് പ്രൊമോഷനുകൾ നേടി ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തണം, മറ്റുള്ളവരെക്കാൾ മുൻപിലായിരിക്കണം, മുൻപനാകണം, അധികം സമ്പാദിക്കണം, അധികം നേടണം, എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ വേഗത്തിൽ പൂർത്തീകരിക്കണം. ആ സ്കൂളിൽ പോയപ്പോൾ, കോളേജിൽ ചേർന്നപ്പോൾ, ആ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയപ്പോൾ ആഗ്രഹിച്ചത് എന്താ? ഏറ്റവും നല്ല പഠിക്കുന്ന ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആയിരിക്കണം. എൻ്റെ പിൻപിൽ മാത്രമേ, അതെ അത് തന്നെ, ഞാനായിരിക്കണം മുമ്പൻ, എനിക്കായിരിക്കണം ഏറ്റവും ഉയർന്ന റാങ്ക് അല്ലേ മാതാവ്? നിങ്ങളുടെ മക്കളെ കോളേജിലേക്ക് അയക്കുമ്പോൾ ആ കോഴ്സിന് അഡ്മിഷൻ വാങ്ങിച്ച് ഇല്ലാത്ത പണം ഉണ്ടാക്കി അവരെ അവിടേക്ക് വിടുമ്പോൾ ആഗ്രഹം ഇതാണ്, അവരായിരിക്കണം മുൻപന്മാർ, ഫസ്റ്റ് റാങ്ക് അവർക്കായിരിക്കണം. ആദ്യത്തെ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ നിന്ന് തന്നെ അവർക്ക് നല്ലൊരു സെലക്ഷൻ കിട്ടണം. ഏറ്റവും നല്ല രാജ്യത്ത്, അത് ഗൾഫ് രാജ്യങ്ങളൊന്നും പറ്റത്തില്ല, യൂറോപ്യൻ കൺട്രീസിൽ തന്നെ അവരെത്തണം. അവിടെയും ചില പ്രത്യേക രാജ്യങ്ങൾ അല്ലേ, ചില പ്രത്യേക സ്ഥാപനങ്ങളിലുള്ള ജോലികൾ, ചില പ്രത്യേക സ്ഥാപനങ്ങളിലെ ജോലികൾ അല്ലേ, ഇതൊക്കെയാ ആഗ്രഹം. വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ പരിചയത്തിലും അറിവിലും കൂടെ പഠിച്ചവരിലും ബന്ധുക്കളിലും ആർക്കും കിട്ടാത്ത പോലൊരു പെണ്ണ്, അത്ര സുന്ദരിയായിരിക്കണം, അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നായിരിക്കണം, വിദ്യാഭ്യാസം വേണം, നല്ല ജോലി വേണം അല്ലേ? ആഗ്രഹം അതൊക്കെ തന്നെയായിരുന്നല്ലോ. എൻ്റെ ഭാര്യയായിരിക്കണം ഏറ്റവും നല്ലത്, എൻ്റെ ഭർത്താവായിരിക്കണം, ഇതുപോലൊരു ഭർത്താവിനെ എൻ്റെ ബന്ധുക്കളിൽ പരിചയക്കാരിലൊന്നും ആർക്കും കിട്ടരുത് ആണേ. ആഗ്രഹം അതായിരുന്നേ. എനിക്കുള്ള പോലെ ഒരു കുടുംബജീവിതം, എല്ലാവർക്കും അസൂയ തോന്നണം, അങ്ങനെ ഒരു കുടുംബജീവിതം ആയിരിക്കണം. ഞാൻ ആ സ്ഥാപനം തുടങ്ങുമ്പോൾ മറ്റ് സ്ഥാപനങ്ങളെക്കാളും ഒക്കെ ഒരുപാട് മുൻപിലെത്തണം, പൂട്ടിപ്പോണം, അവരൊക്കെ പൂട്ടി വീട്ടിൽ പോയിക്കോട്ടെ, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ അതിലൂടെ നടക്കണം, എൻ്റെ കടങ്ങളെല്ലാം തീർക്കണം, ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, എൻ്റെ മാതാപിതാക്കൾക്ക് ചെയ്യാൻ കഴിയാത്തതൊക്കെ എനിക്ക് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ, ആഗ്രഹങ്ങളുടെ എല്ലാം അടിസ്ഥാനം മുൻപനാകണം. എനിക്ക് എന്തെങ്കിലുമൊക്കെ ആകണം, എന്തായാലും ഇറങ്ങി തിരിച്ചു എന്തെങ്കിലുമൊക്കെ ആകണം. പക്ഷേ ഇതുവരെയുള്ള അനുഭവം നമ്മളെ പഠിപ്പിച്ചു അങ്ങനെ ഒന്നും ആകാനുള്ള ആ വര അല്ലേ, ആ വര എൻ്റെ തലയിലില്ല. ഞാനൊന്നും ഒരിടത്തും എത്തത്തില്ല, വേദനയല്ലേ. വെറുതെ ആഗ്രഹിക്കാവുന്നേ ഉള്ളൂ, വെറുതെ സ്വപ്നം കാണാവുന്നതേ ഉള്ളൂ, ഒന്നും ആകാൻ പറ്റുന്നില്ല, വല്ലാത്ത ഭാരമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് അതേക്കുറിച്ച് തന്നെയാണ്. ലോകപ്രകാരം നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ട്, പറ്റത്തില്ല. പക്ഷേ ഈ സമയം പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് മാറ്റി പറയുവാനാണ് എനിക്ക് താല്പര്യം. നിങ്ങൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ ഉടയവന്, അതേ സർവശക്തനായ ദൈവത്തിന് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നടക്കത്തില്ല എന്ന് എക്സ്പീരിയൻസ് വെച്ച് തിരിച്ചറിഞ്ഞ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നടത്തി തരുവാൻ, നിവർത്തിച്ചു തരുവാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് ദൈവം ആ ആഗ്രഹങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിച്ചു തരുന്നത്, നിങ്ങളെ മുൻപന്മാരാക്കി മാറ്റുന്നത്? അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനു മുമ്പ് അങ്ങനെയുള്ള ആരുടെയെങ്കിലും ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അതും അറിയണം. ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. നിങ്ങളുടെ സംശയ നിവാരണത്തിന് ഉതകുന്ന ഒരു വചനത്തോടെ തന്നെ നമുക്ക് തുടങ്ങാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 19-20 വാക്യങ്ങൾ. രാജാവ് അവരോട് സംസാരിച്ചാറെ, അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. അവർ രാജധാനിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു. രാജാവ് അവരോട് ജ്ഞാന വിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തൻ്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. ദാനിയേലോ കോരശ് രാജാവിൻ്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു. ഈ വചനം നിങ്ങളുടെ സംശയ നിവാരണത്തിന് മാത്രമല്ല, മറിച്ച് വളരെ വേദനയോടെ എന്നെ കേൾക്കുന്ന ചിലരുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹത്തിനൊത്തവണ്ണം മുൻപോട്ട് വരുവാൻ കഴിയാതെ ഒത്തിരി പിന്നിലായിപ്പോയെന്ന് ബോധ്യപ്പെട്ട്
അതെ, ഞാൻ ഇവിടെയൊന്നും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കുവാനുള്ളവനല്ല. ആ ജോലി സ്ഥലത്ത് ഞാൻ ഈ പോസ്റ്റിൽ തന്നെ ജോലി ചെയ്യുവാനുള്ളവനല്ല. ഒത്തിരി മുൻപോട്ട് പോകേണ്ടവനായിരുന്നു. പക്ഷേ മുൻപോട്ട് വിടാതെ ചിലരൊക്കെ നിങ്ങളെ തള്ളി താഴെയിട്ട് നിങ്ങളെ ചവിട്ടുപടികളാക്കി മുൻപോട്ട് പോയി. നിങ്ങൾക്ക് പിന്നാലെ വന്നവർ നിങ്ങളെ തള്ളി താഴെയിട്ട് നിങ്ങളെ ചവിട്ടുപടികളാക്കി ഉയരങ്ങളിലേക്ക് കയറിപ്പോയി. ആ ലക്ഷ്യത്തിലേക്ക്, ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയാതെ, ആഗ്രഹിച്ചതും മോഹിച്ചതും പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ തളർന്നായിരിക്കുന്ന നിങ്ങളോട് തന്നെ അവിടെ ആ ജോലി സ്ഥലത്ത് തുല്യം പറയുവാൻ ആരുമില്ലാത്ത വിധത്തിൽ നിന്നെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ഒപ്പമുള്ളവരിൽ നിന്ന് സ്തോത്രം. നീ ആഗ്രഹിച്ച നിന്റെ ലക്ഷ്യങ്ങളിലേക്ക് എൻ്റെ കർത്താവ് നിന്നെ കരം പിടിച്ച് ഉയർത്തുവാൻ പോകുക. ഇനി അവിടെ ഒപ്പമുള്ളവരുടെ ചവിട്ടുകൊണ്ട് അവരുടെ അപവാദ പ്രചരണങ്ങൾക്ക് ആളായി, പരിഹാസത്തിനും നിന്ദയ്ക്കും അപമാനത്തിനും ഇരയായി ഒപ്പമുള്ളവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടി വാങ്ങുന്നവനായി കിടക്കുവാൻ എൻ്റെ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. നിന്നെ എത്തേണ്ട സ്ഥാനത്ത്, നീ ആഗ്രഹിച്ച സ്ഥാനത്ത് എത്തിപ്പിച്ച് നിന്റെ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം വരുത്തുവാൻ തക്കവണ്ണം കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. ആമേൻ. അതേ സഹോദരി, നീ ആഗ്രഹിച്ചതുപോലൊരു കുടുംബജീവിതം അത് കിട്ടിയില്ല, അത് വേദനയാ. എന്നാൽ ശ്രമിക്കുന്നുണ്ട്, അതുപോലെ എൻ്റെ ഭർത്താവിനെ ഞാൻ ആക്കി മാറ്റും, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാനും എൻ്റെ ഭർത്താവും ചേർന്ന് ജീവിക്കും. പക്ഷെ അതിന് കഴിയുന്നില്ല. അതിന് വിരോധമായി ചിലർ എഴുന്നേൽക്കുന്നു, മുൻപോട്ട് വരുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ ചവിട്ടി താക്കുന്നു. ഈ കുടുംബത്തിനകത്ത് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ മതി, ഇതിലപ്പുറം വേണ്ട എന്ന് പറഞ്ഞ് ഒതുക്കി കളയുന്ന ചിലരുടെ മധ്യത്തിൽ നിന്ന് നീ പുറത്തു വരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. അങ്ങനെ ആ പരിഹാസം മാത്രം കേൾക്കുന്ന, നിന്ന മാത്രം കേൾക്കുന്ന നിന്റെ വീട് മാത്രമല്ല, അതുപോലെ കുറേ വീടുകളുണ്ട് ആ ഏരിയയിൽ. മറ്റുള്ളവർക്ക് പറഞ്ഞ് പരിഹസിക്കുവാനും ചിരിക്കുവാനും മാത്രം ഉതകുന്ന ചില ഭവനങ്ങൾ നിന്റെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെ ആ ദേശത്ത് അതങ്ങനെയാണ്. അവിടെ നിന്ന് ആ ഭവനങ്ങൾക്കൊപ്പം അല്ല എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. നിന്റെ കുടുംബജീവിതത്തെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. പറഞ്ഞു ചിരിക്കുവാനല്ല, അസൂയയോടെ മറ്റുള്ളവർക്ക് പറയുവാൻ, അവൾ വന്ന് കയറി, അവൻ്റെ ജീവിതം രക്ഷപ്പെട്ടു, ആ കുടുംബത്തിൻ്റെ തലവര മാറി. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ സ്തോത്രം, അവർക്കൊപ്പമല്ല, അവരിൽ നിന്ന് മാറി മുൻപിൽ കയറി നിൽക്കുവാൻ പോകുക. നിന്റെ പിന്നാലെ മറ്റുള്ളവർ നിന്നെ നോക്കി വരുവാൻ പോകുക. ഇങ്ങനെ ഒരു ജീവിതമുണ്ട്, ഈ കുടുംബത്തിലുള്ളവർക്കും ഇങ്ങനെ ജീവിക്കുവാൻ കഴിയും. അത് തന്നെ ആ സഹോദരിമാർ പറയുവാൻ പോകുക, ഞങ്ങളുടെ ഭർത്താവിനും മദ്യപിക്കാതെ ജീവിക്കുവാൻ കഴിയും. നിന്റെ ഭർത്താവിനെ കണ്ടിട്ട് പറയുവാൻ പോകുക, ഞങ്ങൾക്കും സ്വസ്ഥമായി സമാധാനമായി ഉറങ്ങുവാൻ കഴിയും, ഞങ്ങളുടെ മക്കളും നല്ലവണ്ണം വളരും. നിന്റെ കുടുംബത്തെ കണ്ട് പറയുവാൻ പോകുക. അതിന് തക്കവണ്ണം നിന്റെ കുടുംബത്തെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുക. സഹോദര, നിന്റെ കുടുംബത്തെ അതിന് തക്കവണ്ണം കർത്താവ് പുറത്തു കൊണ്ടുവരിക. അത് സാധ്യമായി തീരാതെ വണ്ണം പൊളിച്ചു കളയുന്ന പിശാചിന്റെ പദ്ധതികൾ ഇന്ന് തകർക്കപ്പെടുകയാണ്. ആമേൻ. അവിടെ ആ കോളേജിൽ തന്നെ മുൻപനായി തീരുവന്നേ. അവർ ആഗ്രഹിച്ചതിലപ്പുറം സ്തോത്രം, ആ റാങ്കുകൾ അവർക്കുള്ളതാ. അയ്യോ, എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി, അതല്ലല്ലോ ആഗ്രഹം. അത് ആഗ്രഹിച്ചല്ലല്ലോ അവരെ വിട്ടെ. എങ്ങനെയെങ്കിലും ജയിക്കാനല്ല, നീ ആഗ്രഹിച്ച ആ റാങ്ക് തന്നെ അവർക്ക് കിട്ടും. ആ കോഴ്സ് തന്നെ അവർ പഠിച്ചു പൂർത്തിയാക്കും. ആ രാജ്യത്ത് തന്നെ അവർ കടന്നു പോകും. ആ തൊഴിൽ തന്നെ അവർ ചെയ്യും. ആ ഡിഗ്രി അവരുടെ പേരിനൊപ്പം ഉണ്ടാകും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മുൻപിൽ തന്നെ നിൽക്കും. ഒപ്പമുള്ളവരുടെ മുൻപിൽ തന്നെ, ആ കോളേജിൽ പഠിക്കുന്ന, ആ കോഴ്സിന് പഠിക്കുന്നവരുടെ മുമ്പിൽ തന്നെ നിന്റെ തലമുറ നിൽക്കും. നിന്റെ കുടുംബത്തിലുള്ള നിന്റെ തലമുറകളുടെ സമപ്രായക്കാരായവരുടെ മുമ്പിൽ തന്നെ പല നിലകളിൽ പറഞ്ഞ് പലരുടെയും പിൻപന്മാരാക്കി മാറ്റിയ നിന്റെ തലമുറകളെ എൻ്റെ കർത്താവ് മുൻപിൽ കൊണ്ടു നിർത്തും. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെങ്ങനെ ഒതുങ്ങിപ്പോകത്തില്ലെന്നേ. അവരാഗ്രഹിക്കുന്നത് പോലെ, നീ സ്വപ്നം കണ്ടതുപോലുള്ള വിവാഹങ്ങൾ അവർക്ക് നടക്കുവാൻ പോവുക. താങ്ക് ഗോഡ്. അവർ പുറത്തു വരാൻ പോവുകയാണെന്നേ. ആമേൻ. മറ്റുള്ളവർക്ക് കിട്ടിയില്ല, അവരെക്കാൾ മാർക്കുള്ളവരും കാണും, ഭയപ്പെടേണ്ട. സ്തോത്രം. ആ അഡ്മിഷൻ നിന്റെ തലമുറയ്ക്ക് കിട്ടും. അവിടെ തന്നെ നിന്റെ തലമുറ ജോലി ചെയ്യും. ആമേൻ. ആ സ്ഥാപനം അത് അനുഗ്രഹിക്കപ്പെടുമെന്നേ. അത് പൊളിഞ്ഞ് നീ കുത്തുവാള എടുത്ത് കടത്തിനുമേൽ കടം കയറി
മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നയായി പരിഹാസപാത്രമായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെ ഒരുപാട് കടകൾ ഒരു കടയായി, ഒരുപാട് ബിസിനസ് സംരംഭങ്ങളിൽ ഒരു സംരംഭമായി ഒതുങ്ങിപ്പോകുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. ആ കൂട്ടത്തിന് മുൻപിൽ നിന്നെ എൻ്റെ കർത്താവ് കൊണ്ടു നിർത്തും. അതെ, ആ കൂടെ ഉള്ളവരുടെ മുൻപിൽ, വലിച്ചു പിന്നിലേക്ക് തള്ളിയിട്ട് കയറി പോകുന്നവരുടെ മുൻപിൽ നിന്നെ എൻ്റെ കർത്താവ് കൊണ്ട് നിർത്തുവാൻ പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ചോദ്യമുണ്ടാകും, ദേവദാസനെ വളരെ സന്തോഷം, കർത്താവ് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നുവല്ലോ. അപ്പോൾ എങ്ങനെ ഞങ്ങൾക്ക് മുൻപിലേക്ക് കർത്താവ് തന്ന ഈ വാഗ്ദത്തത്തെ പിടിച്ചു മുൻപിലേക്ക് വരുവാൻ കഴിയും? അപ്പോൾ അതേക്കുറിച്ചാണ് നോക്കിയേ. ഇവിടെ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന 4 യഹൂദ ബാലന്മാരെ കുറിച്ചാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അവർക്കൊപ്പം തുല്യം ചൊല്ലുവാൻ ആരുമില്ലായിരുന്നു ആ ദേശത്തെങ്ങും. മന്ത്രവാദികളിലും ശകുനവാദികളിലും ആഭിചാരക്കാരിലും എല്ലാവരിലും 10 ഇരട്ടി ജ്ഞാനികളും അറിവുള്ളവരുമായിരുന്നു അവർ. 10 ഇരട്ടി. അവിടെ ബാക്കിയുള്ളവരൊക്കെ മത്സരിച്ചത് 11ാം സ്ഥാനത്തിന് വേണ്ടിയാ, 12ാം സ്ഥാനത്തിന് വേണ്ടിയാ. 1 മുതൽ 10 വരെ സ്ഥാനങ്ങൾ അവർക്കുള്ളതാ. സ്തോത്രം. നിനക്കൊപ്പം അടുത്ത് നിന്ന് മത്സരിക്കുവാൻ പോലും ഒരുത്തനും കാണത്തില്ല. ആ ജോലി സ്ഥലത്ത് അങ്ങനെ ഒരുത്തനും കാണത്തില്ലെന്നേ. ആ വിധത്തിൽ കർത്താവ് നിന്നെ മാറ്റും. കുഞ്ഞേ, നിനക്കൊപ്പം അടുത്ത് നിന്ന് ഒരുത്തനും മത്സരിക്കത്തില്ല, ഒരുപാട് മാർക്ക് പുറകിൽ. സ്തോത്രം. അപ്പോൾ നോക്കിയേ, എങ്ങനെയാ അവരുടെ ജീവിതം അவ்விധത്തിൽ മാറിയത്? അവർ തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു. അവർ ആഭിചാരക്കാരെക്കാൾ വലിയവരാകുവാൻ ആഭിചാരം പഠിക്കുവാൻ പോയി എന്നല്ല, മന്ത്രവാദികളെക്കാളും വലിയവരാകുവാൻ മന്ത്രവാദം പഠിക്കുവാൻ പോയെന്നല്ല, അവിടെ ഉള്ള കണ്ടവരെ അറിഞ്ഞവരെക്കാൾ വലിയവരാകുവാൻ അവർ ചെയ്യുന്നതൊക്കെ ചെയ്തു എന്നല്ല, മറിച്ച് അതിനുവേണ്ടി അവർ ദൈവത്തിന് തങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് അവർ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു എന്നല്ല. നമ്മൾ പലരും അങ്ങനെയാണല്ലേ. വേറെ ഒരു രക്ഷയും ഇല്ലാതെ വരുമ്പോൾ ഇനി പിന്നെ ദൈവം അല്ലേ, എല്ലാം കാണിക്കാൻ പറ്റുന്നതെല്ലാം കാണിച്ചു, ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. അതിനുശേഷം അവസാനം ഒരു രക്ഷയില്ലാതായി വരുമ്പോൾ, ആരിലും ആശ്രയമില്ലാതായി വരുമ്പോൾ വേറെ ഒന്നുമില്ല, നല്ലതൊന്നുമില്ല, പിന്നെ ദൈവത്തിങ്കലേക്ക്. അങ്ങനെയല്ല. പ്രതീക്ഷിക്കാത്ത നിലയിൽ അവർക്ക് മുമ്പിൽ സാഹചര്യങ്ങളുടെ, അനുഗ്രഹങ്ങളുടെ വഴികൾ, വാതിലുകൾ തുറന്നു വരുന്നു. നോക്കൂ, അവർ പ്രവാസത്തിൽ പിടിക്കപ്പെട്ടവരാണ്. മീൻസ് അവർ അടിമകളായി പിടിക്കപ്പെട്ടവരാണ്. അടിമകളുടെ ജീവിതം ഇസ്രായേൽ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവരെ അടിമകളായി പിടിക്കുന്ന രാജാക്കന്മാർ ആദ്യമായി ചെയ്യുന്നത് അവരുടെ ആരോഗ്യവും അവരുടെ സമ്പത്തും കവരുക മാത്രമല്ല, ഇവരിൽ നിന്ന് നല്ല തലമുറകൾ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി, അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അവരെ ശാരീരികമായി ബലഹീനപ്പെടുത്തുന്നു, അവരുടെ പുത്രോൽപാദന ശേഷിയെ നശിപ്പിക്കുന്നു, ആരോഗ്യമുള്ള സ്ത്രീകളെ അവരുടെ അടുക്കൽ നിന്ന് മാറ്റിക്കളയുന്നു. ഇങ്ങനെ പല നിലകളിൽ അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തെ ഇല്ലാതാക്കുന്നതാണ് അടിമകളായി പിടിക്കുന്ന രാജാക്കന്മാർ ചെയ്യുന്നത്. അപ്പോൾ ആ ഉപദ്രവത്തിൻ്റെ, ആ അനുഭവത്തിൻ്റെ കഠിനതയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ അവിടെ കഴിയുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഈ 4 ബാലന്മാർക്ക് രാജധാനിയിൽ രാജാവിനെ പരിചരിക്കുവാനുള്ള ഒരു അവസരം കിട്ടുന്നു. ഒപ്പം രാജാവിനെ പരിചരിക്കുവാനുള്ള അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ രാജാവ് ഭക്ഷിക്കുന്നത് ഭക്ഷിക്കുവാനും രാജകൊട്ടാരത്തിലെ സുഖ സമൃദ്ധി അനുഭവിക്കുവാനുമുള്ള അവസരം. വീഞ്ഞു കുടിക്കാം, വിഗ്രഹാർപ്പിതമായ രാജാവ് ഭക്ഷിക്കുന്ന സോതേറിയ, വിലയേറിയ, മഹത്വപൂർണമായ, റിച്ചസ്റ്റായ ആഹാരങ്ങൾ കഴിക്കാം. പക്ഷെ 1:8 ഇതെല്ലാം യഹൂദ ബാലന്മാർ നിരാകരിക്കുകയാണ്. കാരണം അവർക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല, മറിച്ച് അവരവരുടെ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. തങ്ങളുടെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും തങ്ങൾ ചെയ്യത്തില്ല. സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ന്യായപ്രമാണം കൊണ്ടുവന്ന് ചൂരൽ വെച്ച് അടിച്ച് നീ അത് ചെയ്യുമോ, ഇനി ചെയ്യുമോ എന്ന് ചോദിക്കാനൊന്നും ആരുമില്ല. ഇവർക്ക് തോന്നിയതുപോലെ ജീവിക്കാം. സാഹചര്യം അവർക്ക് അനുകൂലമാണ്. പക്ഷേ സാഹചര്യം അനുകൂലമായിരിക്കുമ്പോഴും അവർക്കൊരു ഉത്തമ ബോധ്യമുണ്ട്. ഞങ്ങൾ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ജനമാണ്. ഞങ്ങൾ ചെയ്യുവാൻ പാടില്ലാത്തത് അവൻ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് കൽപ്പനകളായി നൽകിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഉള്ളിലുണ്ട്, ഞങ്ങളത് ചെയ്യത്തില്ല.
പ്രിയരെ, നിങ്ങൾ ഏത് സാഹചര്യത്തിലും ആയിക്കൊള്ളട്ടെ, സാഹചര്യം അനുകൂലമായിരിക്കും. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് എന്തും ചെയ്ത് എങ്ങനെയും ജീവിക്കാം. നാട്ടിലാണെങ്കിലും ഇന്ന് അതിനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ, തോന്നിയതുപോലെ ജീവിക്കാം. എന്ത് സന്തോഷവും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ തെറ്റായ മാർഗത്തിലൂടെ നേടിയെടുക്കുവാൻ കഴിയും. ആരും അറിയത്തില്ല. പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കുക. ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ വിട്ടുകളയാതെ, തെറ്റ് ചെയ്യാതെ, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ല, കൽപ്പനകളുടെ ലംഘനമാണ്, ഞാനിത് ചെയ്യുവാൻ പാടില്ല, ഞാനൊരു ദൈവ പൈതലായതുകൊണ്ട്, ഞാനൊരു വിശ്വാസി ആയതുകൊണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നവളായതുകൊണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് ഞാനിത് ചെയ്യത്തില്ല, ആ ഒരു തീരുമാനം നമുക്കുണ്ടായിരിക്കണം. അപ്പം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. എന്തിനേക്കാളും ഈ ലോകത്തിൽ നമുക്ക് കിട്ടുന്ന എന്തിനേക്കാളും, എന്ത് സുഖ സൗകര്യങ്ങളെക്കാളും, എന്ത് അനുഗ്രഹങ്ങളെക്കാളും പ്രാധാന്യം ദൈവത്തിന് കൊടുക്കണം. അപ്പോൾ അവർ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു. ദൈവത്തിന് പ്രാധാന്യം കൊടുത്തപ്പോൾ അവരെ ശ്രേഷ്ഠന്മാരാക്കി ദൈവം മാറ്റി. ഒപ്പമുള്ള ആർക്കും തുല്യം ചൊല്ലുവാൻ കഴിയാത്ത വിധത്തിൽ ശ്രേഷ്ഠന്മാരാക്കി ദൈവം മാറ്റി. പ്രിയരെ, സാഹചര്യം നോക്കാതെ നമ്മെ മോഹിപ്പിക്കുകയും ത്രസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും രോമാഞ്ച പുളകിതരാക്കി തീർക്കുകയൊക്കെ ചെയ്യുന്ന പലതിനെ വിട്ടുകളയുവാനുള്ള മനസ്സാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ കാരണമായി തീരുന്നത്. ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മറ്റൊരു യൗവനക്കാരനെയും നമുക്ക് കാണുവാൻ കഴിയും. യൗവനമാണല്ലോ പലരുടെയും പ്രശ്നം, അടക്കി നിർത്താനും തടക്കി നിർത്തുവാനും, അല്ലേ? നോക്കിയേ, ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇതുപോലൊരു അവസരം യോസേഫ് എന്ന യൗവനക്കാരന് ലഭിക്കുകയാണ്. തൻ്റെ യൗവന മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്നത്. അടിമയായി ജോലി ചെയ്യുന്ന ഭവനത്തിൽ ഒരു യജമാനനെ പോലെ ജീവിക്കുവാൻ കിട്ടുന്ന ഒരു അവസരം, യജമാനത്തിയോടൊപ്പം കഴിയുവാൻ കിട്ടുന്ന ഒരു അവസരം ആരും അറിയത്തില്ല. കാരണം അതറിഞ്ഞാൽ യോസേഫിനുണ്ടാകുന്നതിനേക്കാൾ പ്രശ്നം യജമാനത്തിക്കുണ്ടാകും. അപ്പോൾ യജമാനത്തിയാണ് ഗ്യാരണ്ടി. ആരും അറിയാത്ത സാഹചര്യം യജമാനത്തി തന്നെ സൃഷ്ടിക്കുന്നു. അവിടെ ഒന്നും ആരുമില്ല, തക്കും പൊക്കുമൊക്കെ നോക്കി എല്ലാം സേഫാണ്. യോസേഫിനെ ക്ഷണിക്കുകയാണ്. യജമാനത്തി ചിന്തിക്കുന്നത് ഇതായിരിക്കാം, ഇവിടെ ആരും കാണത്തില്ല, ഇവിടെ ആരുമില്ല, അവളുടെ ഉറപ്പതാണ്. പക്ഷേ യോസേഫ് പെട്ടെന്ന് തിരിച്ചറിയുകയാണ്, ഇവളുടെ ദൈവം, ഇവളെ ആരും കാണുന്നില്ല, പക്ഷേ എന്നെ കാണുന്നൊരുവനുണ്ട്, യാക്കോബിൻ്റെ ദൈവം, അതെ എൻ്റെ അപ്പൻ്റെ ദൈവം, അവൻ എന്നെ കാണുന്നുണ്ട്. എൻ്റെ അവസ്ഥ ഇതായിരിക്കാം, പക്ഷേ ദൈവം എന്നെ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാനൊരു തെറ്റ് ചെയ്യത്തില്ല. പ്രിയരെ, നിങ്ങൾ എവിടെ ആയിരുന്നാലും ദൈവത്തെ മറച്ച് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തവണ്ണമുള്ളത്, ഒന്നും അവൻ്റെ മുമ്പിൽ മറച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. ആ താൽക്കാലികമായ സുഖം യോസേഫ് വേണ്ട എന്ന് വെച്ചപ്പോൾ ദൈവം യോസേഫിന് സ്ഥിരമായ സുഖം നൽകി, സന്തോഷം നൽകി, ആനന്ദം നൽകി അവനെ നിലനിർത്തി. 41-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 41-ാമത്തെ വാക്യത്തിൽ, മിസ്രയീമിൽ അവന് മുകളിൽ മറ്റാർക്കും ഒരു സ്ഥാനമില്ലാത്ത നിലയിൽ അവനെ ദൈവം ഉയർത്തി. ചില സുഖങ്ങൾ താൽക്കാലികമാണ്, നിങ്ങളത് തിരിച്ചറിയുക, അതിനെ വിട്ടുകളയുവാൻ നിങ്ങൾ തയ്യാറാകുക. മീൻസ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുക. ഏതവസ്ഥയിലും ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുക. മാതാവേ, പിതാവേ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രാധാന്യം ദൈവത്തിനായിരിക്കണം. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതവസ്ഥയിലും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക. അമ്മയും അപ്പനും അറിയത്തില്ല, കൂട്ടുകാരറിയത്തില്ല, ബന്ധുക്കൾ അറിയത്തില്ല, പക്ഷെ ദൈവം അറിയുന്നുണ്ട്. മനസ്സിലാക്കുക. സഹോദര, സഹോദരി, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ആരും അറിയാതെ എന്തും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ആരും അറിയാതെ എന്തും ചെയ്യാൻ കഴിയും. അത്രമാത്രം ലോകം നമ്മുടെ വിരൽത്തുമ്പിൽ, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ. പക്ഷെ തിരിച്ചറിയുക, ദൈവം അറിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുക. എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. എന്താ സംഭവിക്കുന്നേ? ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ദാനിയേലും മറ്റാരുമായി കമ്പയർ ചെയ്യുവാൻ പറ്റാത്ത നിലയിൽ മുൻപന്മാരായി മാറുകയാണ്. നിങ്ങളുടെ അവസരങ്ങൾ, ഇന്നുവരെയുള്ള നിങ്ങളുടെ അനുഭവം വ്യത്യസ്തമായിരിക്കാം. എന്നാൽ നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു നോക്ക്. ആ അനുഭവമല്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തം, നിങ്ങൾ കേട്ട ദൈവത്തിൻ്റെ വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. ഒന്നിനും നിങ്ങൾ കുറവുള്ളവരായി തീരത്തില്ല, അത് ഉറപ്പാണ്. ചിലത് വിട്ടുകളയുമ്പോൾ, ചിലത് ചെയ്യാൻ പാടില്ലാത്ത ചെയ്യാതെ വരുമ്പോൾ, അയ്യോ എനിക്ക് നിലനിൽക്കാൻ പറ്റുമോ, പിടിച്ചിരിക്കാൻ പറ്റുമോ, അങ്ങനെ ഒന്നും ഇല്ലെന്നേ. നോക്കിയാൽ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ദാനിയേലും ആ രാജകീയ ഭോജനം ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് നിഷേധിച്ചതുകൊണ്ട്, വേണ്ടെന്ന് വെച്ചതുകൊണ്ട് അവർക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടു പോയോ? ഇതെല്ലാം കഴിക്കുന്നവരെക്കാൾ ആരോഗ്യവും
മുഖകാന്തിയും ഒക്കെ അവർക്കുണ്ടായിരുന്നു. 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. നിങ്ങൾ കർത്താവിന് വേണ്ടി നിന്നാൽ ഒപ്പമുള്ളവർ കാണും മറ്റുള്ളവരുടെ ആരുടെ മുഖത്തുമില്ലാത്ത മുഖപ്രസാദം, സന്തോഷം. എൻ്റെ കർത്താവിന് കഴിയുമെന്നേ. ഈ ലോകം നിങ്ങൾക്ക് തരുന്ന ഏത് സന്തോഷത്തിലും അധികം തന്ന് നിങ്ങളെ നിലനിർത്തുവാൻ കർത്താവിന് കഴിയും. അതുകൊണ്ട് താൽക്കാലികമായുള്ളതിന് പിന്നാലെ പോകാതെ ദൈവം തരുന്ന നിത്യമായുള്ളതിനായി പ്രതീക്ഷ വയ്ക്കുക. ദൈവത്തിൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുക. മുൻപന്മാരായിത്തീരും. ആ ജോലി സ്ഥലത്ത്, കുടുംബത്തിൽ, സ്കൂളിൽ, കോളേജിൽ, നിങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ നിങ്ങളെ മുൻപന്മാരാക്കി തീർക്കുവാൻ കർത്താവിന് കഴിയും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുക. ഒരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്നേ. ചിലപ്പോൾ പാടായിരിക്കാം. നിങ്ങളെ കുറ്റം പറഞ്ഞ് ഞങ്ങൾ മാറ്റി നിർത്തത്തില്ല. ചേർന്ന് നിന്ന് കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുവാൻ തക്കവണ്ണം നിങ്ങളെ മാറ്റും. കൂട്ടായ്മ, പ്രാർത്ഥന, ഉപവാസം അത് അവിധത്തിൽ നിങ്ങളെ മാറ്റുവാൻ പ്രാപ്തമാണ്. എന്നാൽ കണ്ടടച്ചോ, ഞങ്ങളുടെ വിശ്വാസ കർത്താവെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒന്നും ആകുവാൻ കഴിയില്ല, ഒരിടത്തും എത്തുവാൻ കഴിയില്ല. വല്ലാതെ വേദനപ്പെട്ടായിരിക്കുന്ന കർത്താവെ, ചില സ്ഥാനങ്ങളിൽ മുൻപന്മാരായി ഇവർ തീരട്ടെ. ഇവരെ പിന്നിൽ തള്ളിയിട്ട് കടന്നുപോയി ചിലത് നേടിയെന്ന് അഹങ്കരിക്കുന്നവരുടെ മുൻപിൽ ഇവരെ അങ്ങ് കൊണ്ടുചെന്ന് നിർത്തിയാട്ടെ. അപ്പോൾ എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവരണമേ. ജോലി സ്ഥലത്ത് ഇവർ അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ ഇവർക്ക് നൽകണമേ. ആ പ്രമോഷനുകൾ ലഭിക്കട്ടെ, സാലറി വർധനവുകൾ ഉണ്ടാകട്ടെ, അധ്വാനത്തിന് ഒത്തവണ്ണമുള്ളത് കിട്ടട്ടെ. അപ്പോൾ അങ്ങ് മാനിക്കണമേ. അതിന് തക്കവണ്ണമുള്ള ജോലികൾ ലഭിക്കട്ടെ, ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ, എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ. കർത്താവ് ഇവർ സന്തോഷത്തോടെ ആയിരിക്കട്ടെ. ഇവരുടെ ആഗ്രഹങ്ങൾക്ക് ഒത്തവണ്ണമുള്ളത് പ്രാപിക്കുവാൻ തക്കവണ്ണം അതിന് തക്കവണ്ണമുള്ള വഴികൾ തുറന്നു വരട്ടെ. ഇവരുടെ ഇല്ലായ്മകൾ മാറട്ടെ, എല്ലാ ബാധ്യതകളും തീരട്ടെ. അപ്പോൾ അങ്ങ് ഇവരുടെ കടഭാരങ്ങളെ തീർക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്, ആ ശൂന്യമായ വലയെ നിറച്ച് സ്തോത്രം, സമൃദ്ധിയുടെ അനുഭവത്തെ ഗലീല കടൽക്കരയിൽ വെളിപ്പെടുത്തിയ കർത്താവ്, ഇവരുടെ ജീവിതങ്ങളിൽ ആ സമൃദ്ധി വെളിപ്പെടട്ടെ. പേഴ്സിൽ, ബാങ്ക് അക്കൗണ്ടിൽ ആ സമൃദ്ധി വെളിപ്പെടട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ചേർത്ത് പണിയണമേ കർത്താവ്. തകർത്ത് കളയുന്ന പിശാചിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. മദ്യപാനം കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. വ്യഭിചാരങ്ങൾ, വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്ത് നിന്ന് മാറിപ്പോകട്ടെ. ദൈവഹിതമല്ലാത്ത സകല വഴികളും കുടുംബങ്ങൾക്കകത്ത് അടയപ്പെടട്ടെ. നന്മയുടെ പുതിയ വഴികൾ, വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ദേശത്തിൽ മാനിക്കപ്പെടട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർക്ക് മുമ്പിൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വാക്തത്വ നിവർത്തി വെളിപ്പെടട്ടെ. റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. അവർക്ക് അഡ്മിഷനുകൾ കിട്ടട്ടെ. അവിടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. അവരുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. പഠിച്ചു മുന്നേറുവാൻ കഴിയാത്ത വിധത്തിൽ സ്കൂളിൽ, കോളേജിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുടെ മധ്യത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണമേ. അപ്പോൾ ആ പുറത്തു കൊണ്ടുവന്ന് മാനിക്കണം. വിവാഹങ്ങൾ നടക്കട്ടെ. തടസ്സപ്പെടുത്തുന്ന വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. സ്തോത്രം. ഇവരോടങ്ങ് കൂടിയിരുന്നാട്ടെ. വാഹനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ വാഹനങ്ങൾ വാങ്ങട്ടെ. വീടില്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ വീട് വയ്ക്കട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. നടക്കാതെ പ്രതിസന്ധിയിലായിരിക്കുന്നവർ വിൽപ്പനകൾ നടക്കട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. അപ്പോൾ ഇവരിലെ രോഗങ്ങൾ ഇപ്പോൾ വിട്ടുപോകട്ടെ. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം വിടുതലായി ചലിക്കട്ടെ. എല്ലാ ബാധ്യതകളും തീരട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം ഇവർക്ക് മുമ്പിൽ വഴികൾ തുറക്കപ്പെടട്ടെ. പുതുവഴികൾ തുറക്കപ്പെടട്ടെ. അപ്പോൾ ആ പലിശക്കടങ്ങൾ മാറട്ടെ. ജപ്തി നോട്ടീസുകൾ മാറട്ടെ. അത് മുഖാന്തരമുള്ള നിന്നയും നിരാശയും യേശുവേ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. മക്കളെക്കുറിച്ച് ഓർത്ത് കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിന് അറുതി വരട്ടെ കർത്താവേ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. വിദേശത്തുള്ള പ്രശ്നങ്ങൾ, വിസ പ്രോബ്ലങ്ങൾ, സ്പോൺസറുമായുള്ള പ്രശ്നങ്ങൾ മാറട്ടെ. യാത്രാ സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. ചില ഭവനങ്ങളിൽ ജോലി ചെയ്യുന്നവർ പ്രശ്നങ്ങളിലായിരിക്കുന്നു. അപ്പോൾ ആ സാഹചര്യങ്ങൾ അനുകൂലമാക്കി തീർക്കണം. സിംഹത്തെ പോലെ വായ് തുറന്ന് നിൽക്കുന്ന ചില വ്യക്തികളെ അങ്ങ് മാനസാന്തരപ്പെടുത്തണമേ. ചില സിംഹങ്ങളുടെ വായടയപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായിരിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും
വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.